ഹായ് ഓൾ, എല്ലാവർക്കും നോട്ട്സ്റ്റിക്സ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും പ്രയോജനകരമാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 32-നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് ആർട്ടിക്കിൾ 32-നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏത്? ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 19. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 19-നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര്? A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 42-ാം ഭേദഗതിയാണ്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. പാലിയം സത്യാഗ്രഹം നടന്നത് 1947-ലാണ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്ന വർഷം 1990. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്ന വർഷം 1990. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആര്? CV രാമൻപിള്ള. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻപിള്ള. കഥകളിയുടെ സാഹിത്യരൂപം ഏത്? ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടംബച്ച കോട്ട്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമയാണ് കണ്ടംബച്ച കോട്ട്. നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏത്? കമൻറ്റ് ചെയ്യുക. കലകളുടെ രാജാവ്, ടോട്ടൽ തിയേറ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപം കഥകളി. കലകളുടെ രാജാവ്, ടോട്ടൽ തിയേറ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലൻഡ്? യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലൻഡ്. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എന്ന്? 1974 മെയ് 18. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് 1974 മെയ് 18. മൗനത്തിൻ്റെ മറുപുറം എന്ന ഗ്രന്ഥം രചിച്ചത്? ഉർവശി പൂട്ടാലിയ. മൗനത്തിൻ്റെ മറുപുറം എന്ന ഗ്രന്ഥം രചിച്ചത് ഉർവശി പൂട്ടാലിയ. ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ സി. ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. മുറിവുണക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ സി. മുറിവുണക്കാൻ സഹായിക്കുന്ന വിറ്റാമിനും വിറ്റാമിൻ സി തന്നെയാണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ.
സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഭരണഘടനയിലെ റിട്ടുകളുടെ എണ്ണം 5. ഭരണഘടനയിലെ റിട്ടുകളുടെ എണ്ണം 5. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്നത് 1812-ലാണ്. ജലദോഷത്തിന് കാരണമായ രോഗാണു വൈറസ്. ജലദോഷത്തിന് കാരണമായ രോഗാണു വൈറസ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സർക്കാർ രൂപം കൊടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന 3 പാളിയുള്ള സ്ഥലം മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന 3 പാളിയുള്ള സ്ഥലമാണ് മെനിഞ്ചസ്. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ കോൺഗ്രസ് ജനഹിത പരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനി. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ കോൺഗ്രസ് ജനഹിത പരിശോധന നടത്തിയ താലൂക്കാണ് പൊന്നാനി. മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര? 20. മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ മുക്ത ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ മുക്ത ജില്ല പത്തനംതിട്ട. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക തയ്യാറാക്കിയത് റുദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക തയ്യാറാക്കിയത് റുദർഫോർഡാണ്. ഇന്ത്യയിൽ ബർക്കൻസ് എന്ന മണൽക്കൂനകൾ കാണുന്ന ഭൂവിഭാഗം ഏത്? ഇന്ത്യൻ മരുഭൂമി. ഇന്ത്യയിൽ ബർക്കൻസ് എന്ന മണൽക്കൂനകൾ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യൻ മരുഭൂമി. ഏത് നെല്ലിനമാണ് മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത്? അയ്യാറെട്ട്. അയ്യാറെട്ട് എന്ന നെല്ലിനമാണ് മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ശാന്ത സിൻഹ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ശാന്ത സിൻഹ. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം കണ. ജീവകം ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ നദി ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദിയാണ് ഭാരതപ്പുഴ. ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യമേത്? അമേരിക്ക. ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യമാണ് അമേരിക്ക. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് എവിടെ? തൃശ്ശൂർ. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂരിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ശ്രീകണ്ഠാപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭയാണ് ശ്രീകണ്ഠാപുരം. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 21. ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ഇൻസുലിനും ചികിത്സാ സഹായവും നൽകുന്ന പദ്ധതി മിഠായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ഇൻസുലിനും ചികിത്സാ സഹായവും നൽകുന്ന പദ്ധതിയാണ് മിഠായി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ VBG രാംജി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.